പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി ഷെക്കൈന TV ഒരുക്കിയിരിക്കുന്ന മെസ്പ കാവൽ ഗോപുരം എന്ന മരിയൻ വചനപ്രഘോഷണ ദിവസങ്ങളിലൂടെ വിശ്വാസി ലക്ഷങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയിലേക്ക് യാത്ര ചെയ്യുന്ന ദിവസങ്ങളാണിത്. ഈ വചനപ്രഘോഷണ വേദിയിൽ ഈ മൂന്നാം ദിവസം നമ്മൾ പ്രാർത്ഥനയോടെ അല്പസമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കത്തോലിക്ക സഭയെപ്പറ്റി, വിശ്വാസ കൂട്ടായ്മയെപ്പറ്റി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പരിശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ പ്രചോദനാത്മകമായ ഈശോയുടെ തിരുവചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ വചന സന്ദേശത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിമഗ്നരായിരുന്നു കൊണ്ട് നമ്മൾ ഈ വചന വിചിന്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രൈസ്തവ വിശ്വാസം ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള, സത്യദൈവപുത്രനായ ക്രിസ്തുനാഥനിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു വലിയ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതയാത്രയുടെ കഥയാണ്. ഈ യാത്രയിൽ ഈശോയിലേക്ക് ഓരോ മനുഷ്യനെയും കൈപിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ നല്ല മക്കളായി വളരുവാൻ എല്ലാവർക്കും പരിശുദ്ധ അമ്മയിലൂടെ തമ്പുരാൻ സമൃദ്ധമായ കൃപാവരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ ജീവിത ക്രമത്തെപ്പറ്റി നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ നിരവധി വിശുദ്ധരുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് പുതിയ നിയമ ജീവിതക്രമം അനുശീലിക്കുന്ന കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് വിശുദ്ധ ജീവിതങ്ങൾ ആരംഭിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് തമ്പുരാൻ്റെ തിരുഹിതത്തിന് സമർപ്പിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള വരം പരിശുദ്ധാത്മാവ് കൊടുത്തു. ദൈവഹിതത്തോട് ഇണങ്ങി നിന്ന് വളർന്ന ആ നല്ല അമ്മയുടെ ജീവിത മാതൃക നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയാണ്. അത്തരത്തിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിശ്വാസ വഴിത്താരയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയ, ആ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശുദ്ധ ജീവിതങ്ങളുടെ
ജീവിത സാക്ഷ്യമുണ്ട് നമുക്ക് മുമ്പിലും നമുക്ക് പിമ്പിലും. നമ്മളിന്ന് കത്തോലിക്കാ സഭയിൽ നിരവധി വിശുദ്ധരെ വണങ്ങുന്നുണ്ട്. നമ്മുടെ സുവിശേഷത്തിൽ, പുതിയ നിയമത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധയമ്മയൊരു കാവൽ ഗോപുരമായി, ഒരു മിസ്ബായായി പന്തക്കൊസ്താ തിരുനാളിന് ഒരുങ്ങുന്നതിന് വേണ്ടി സ്ലീഹന്മാരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി സഭയെ ഏകോപിപ്പിച്ച് ചെതറിപ്പോയ ശിഷ്യഗണങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്ത് സഭയുടെ രൂപീകരണത്തിലേക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ മക്കളെ ചേർത്ത് നിർത്തി ഒരുക്കിയെടുക്കുന്ന മനോഹരമായൊരു ചിത്രമുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് പന്തക്കൊസ്താ തിരുനാളിൽ വന്ന് നിറയുകയാണ് പരിശുദ്ധ അമ്മയിലും സ്ലീഹന്മാരിലും. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഏറ്റുവാങ്ങിക്കൊണ്ട് ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഈശോയാണ് ദൈവമെന്ന്, യേശു ക്രിസ്തുവാണ് ദൈവപുത്രനെന്ന്, മറ്റൊരു ദൈവം എനിക്കില്ല എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിച്ചു പറയുന്ന പ്രേക്ഷിത പ്രവൃത്തി ആരംഭിക്കുകയാണ്. അത്തരത്തിൽ പ്രേക്ഷിത ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തു ശിഷ്യന്മാർക്ക് ആക്രമണമുണ്ടായത്, എതിർപ്പുണ്ടായത്, പ്രതിബന്ധങ്ങളുണ്ടായത് അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ എസ്തഫാനോസിൻ്റെ, വിശുദ്ധ സെയിൻറ്റ് സ്റ്റീഫൻ്റെ, വിശുദ്ധ എസ്തഫാനോസിൻ്റെ കഥയിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എസ്തഫാനോസ് ക്രിസ്തുവാണ് ദൈവമെന്ന് പ്രഘോഷിച്ചപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കൃപാവരം ലഭിക്കാത്തവർ ചെയ്തതെന്താണ്? എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷി എസ്തഫാനോസ്, വിശുദ്ധ സ്റ്റീഫൻ, കല്ലേറുകൊണ്ട് മരിക്കുകയാണ്. ഇനി ആ രംഗത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിനെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ആദ്യത്തെ കല്ല് തൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്നത് കാണുകയാണ് എസ്തഫാനോസ്. അങ്ങനെ ആദ്യത്തെ കല്ല് തൻ്റെ ശരീരത്തിൽ വന്ന് പതിച്ചപ്പോൾ എസ്തഫാനോസിന് ഒരു കാര്യം മനസ്സിലായി. ഈ കല്ലുകൊണ്ടുള്ള ഏറ് എന്ന് പറയുന്നത് രണ്ടാമതൊന്നുകൂടി താങ്ങണമെങ്കിൽ തൻ്റെ ഉള്ളിൽ തമ്പുരാൻ കത്തിച്ചൊലിക്കണം എന്ന് എസ്തഫാനോസിന് മനസ്സിലായി. ഈ ആദ്യത്തെ കല്ലേറ് കൊണ്ട് എസ്തഫാനോസിന് 2 ചോയ്സ് ഉണ്ടായിരുന്നു, 2 സാധ്യതകളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? ഈ കല്ലേറിൻ്റെ വേദന കൊണ്ട് പൊളഞ്ഞ് എനിക്ക് വേണമെങ്കിൽ, എസ്തഫാനോസിന് വേണമെങ്കിൽ 2 ചോയ്സ് എടുക്കാം. ഒന്നേതാണ്? ഒന്ന്, ഇനി എറിയരുത്, ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു കൊള്ളാം, ഈ ഏറ് കൊള്ളാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളാം എന്ന് എസ്തഫാനോസിന് വേദന കൊണ്ട് പൊളഞ്ഞ് വിളിച്ചു പറയാമായിരുന്നു. രണ്ടാമത്തെ ചോയ്സ് എന്താണ്? രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് എന്താണ്? രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ്, ഞാനിപ്പോൾ ഈ ആദ്യത്തെ കല്ല് കൊണ്ടത് എൻ്റെ കർത്താവിൻ്റെ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ക്രിസ്തുനാഥൻ്റെ വിശ്വാസം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ രണ്ടാമത്തെ കല്ലും എൻ്റെ നേരെ ചീറിപ്പാഞ്ഞു പോരട്ടെ എന്ന് പറഞ്ഞ് എസ്തഫാനോസിന് അടുത്ത കല്ല് സ്വീകരിക്കാം. എസ്തഫാനോസ് സ്വീകരിച്ചത് രണ്ടാമത്തെ ചോയ്സാണ്. അങ്ങനെ രണ്ടാമത്തെ കല്ല് ചീറിപ്പാഞ്ഞു വന്നു, മൂന്നാമത്തെ കല്ല് വന്നു, നാലാമത്തെ കല്ലുകൾ ചീറിപ്പാഞ്ഞു വന്നു. കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് തൻ്റെ ശരീരം പിച്ചി ചീന്തപ്പെടുന്ന സമയത്ത് അവസാനത്തെ കല്ല് വരുന്നത് വരെ എസ്തഫാനോസിന് ഈ സാധ്യതയുണ്ട്. ജീവൻ രക്ഷിക്കാൻ, ഈ ലോകത്തിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ ഉപേക്ഷിക്കാനുള്ള സാധ്യത. എന്നാൽ തൻ്റെ ജീവൻ പറിച്ചു കൊണ്ടുപോകാൻ അവസാനമായിട്ട് ചീറിപ്പാഞ്ഞു വന്ന കല്ലിൻ്റെ നേരെ നെഞ്ചു പിടിച്ചു നിന്ന കല്ല് പോലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചവൻ്റെ പേരാണ് വിശുദ്ധ എസ്തഫാനോസ്. അങ്ങനെയാണ് എസ്തഫാനോസ് വിശുദ്ധനായത്. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ധീരരായ രക്തസാക്ഷികളുടെ ചുടുനിണം പടർന്നൊഴുകിയ നിരത്തിലൂടെ പാദമൂന്നി വളർന്ന് പന്തലിച്ച സഭയാണ് കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ വിശ്വാസധാരയിൽ സഭയുടെ ചരിത്ര വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ കേരള നാട്ടിൽ
ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടയത്ത് ഇവിടുന്ന് തൊട്ടടുത്ത് വിശുദ്ധ അൽഫോൻസാമ പിറവി കൊണ്ട ഒരു കഥയുറങ്ങുന്നുണ്ട്. മുട്ടത്ത് പാടത്ത് വീട്ടിൽ അന്നക്കുട്ടി എന്ന പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, ഈ ലോകത്തിന് മുമ്പിൽ ഒരു പെണ്ണുടലിന് ലഭിക്കാവുന്ന ഏറ്റവും അഴകാർന്ന ആകാരഭംഗി ദൈവം സമ്മാനമായി നൽകിയപ്പോൾ അവൾക്ക് മാതാപിതാക്കൾ സ്വാഭാവികമായി വിവാഹാലോചനകൾ ആരംഭിച്ചപ്പോൾ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഈശോയ്ക്ക് നൽകുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ, വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഈശോയ്ക്ക് നൽകുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ ക്ലാര പുണ്യവതിയെ പോലെ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഈശോയ്ക്ക് നൽകുകയാണ് എന്ന് തീരുമാനിച്ച ഒരു നിമിഷമുണ്ട് അന്നക്കുട്ടിയുടെ മനസ്സിൽ. എന്നാൽ അവളുടെ ആ തീരുമാനത്തെ മുഖവിലേക്ക് എടുക്കാതെ അവളുടെ മുഖത്തിന് വില പറഞ്ഞുകൊണ്ട് ആൺകുട്ടികൾ പെണ്ണ് കാണാൻ വേണ്ടി വന്നു തുടങ്ങിയ സമയത്ത് അന്നക്കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ വിശുദ്ധയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വണങ്ങുന്നത് ആ ഒരു നിമിഷത്തെ ഓർത്താണ്. തൻ്റെ വീട്ടിൽ ആളിക്കത്തുന്ന കച്ചിയുടെ വൈക്കോലിൻ്റെ അഗ്നികുണ്ഠം തൻ്റെ വീടിൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളിക്കത്തി കനലായിട്ട് കിടക്കുന്ന, കത്തി ജ്വലിച്ച് കിടക്കുന്ന ആ അഗ്നികുണ്ഠത്തിലേക്ക്, അതിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി ചെല്ലുകയാണ് വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമയ്ക്ക് മുമ്പുള്ള അന്നക്കുട്ടിയുടെ ഈ അഗ്നികുണ്ഠത്തിനരികിലേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി ചെല്ലുന്നതിൻ്റെ ആ യാത്ര വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ എസ്തഫാനോസും അവസാനത്തെ അമ്പിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുന്ന ആ ഒരു നിമിഷമാണ്. ഈ അന്നക്കുട്ടി ഇങ്ങനെ നീങ്ങി നീങ്ങി ചെന്ന് തൻ്റെ വീടിൻ്റെ പൂമുഖത്തിൽ തന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ആണുങ്ങളുമായി മാതാപിതാക്കൾ വിവാഹത്തിൻ്റെ ആലോചന നടത്തുമ്പോൾ തൻ്റെ ഈ ശാരീരിക സൗന്ദര്യമാണ് തനിക്ക് ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നത് എങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് ആ അന്നക്കുട്ടി, ആ പിഞ്ചു പെൺകുട്ടി തൻ്റെ ഒരു കാൽ ഈ അഗ്നികുണ്ഠത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ്. ഒരു ചെറിയ തീപ്പൊരിയിൽ കാല് കുത്തിയാൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഭരതനാട്യം കളിക്കുന്ന ഒരവസ്ഥയുണ്ട് കാലിൻ്റെ ഉള്ളു പൊള്ളുമ്പോൾ. എന്നാൽ അഗ്നികുണ്ഠത്തിലേക്ക് കാലുകൾ ഇറക്കി വെച്ച അൽഫോൻസ ഈ കാലിങ്ങനെ പൊള്ളി വെന്ത് തീരുന്നത് നോക്കി നിൽക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിലാണ് അവൾ പുണ്യവതിയായത്. അതാർക്ക് വേണ്ടിയാണ്? ആ വൈരൂപ്യത്തെ അവൾ ഇങ്ങ് ഏറ്റെടുക്കുന്നത്. അതെൻ്റെ ക്രിസ്തുവിന് വേണ്ടിയാണ്. വിശുദ്ധ അൽഫോൻസായുടെ മഹത്തായ ത്യാഗജീവിതം നമ്മയൊക്കെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള വെല്ലുവിളി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുണ്ട്. നിരവധി പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ച് അതിജീവിച്ച ധീരമായ നിമിഷങ്ങളുണ്ട്. അവസാനം അദ്ദേഹം മരണത്തോടടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു കണ്ണട്ടയെ കടിപ്പിച്ച് കണ്ണിൽ നിന്ന് കറുത്ത ചോര വലിച്ചെടുക്കാൻ വേണ്ടി കടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുണ്ട്. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാത്ത, വായിക്കാത്ത, അറിയാത്ത ഒരു ഏടാണത്. ഒരട്ട ഇങ്ങനെ കണ്ണിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഈശോ നിനക്ക് വേണ്ടി ഈ വേദന ഞാൻ ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് പ്രകടിപ്പിക്കുന്ന വിശുദ്ധൻ്റെ ഉദാത്തമായ വിശ്വാസ ജീവിത ധൈര്യമുണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് ചാവറപ്പിതാവ് വിശുദ്ധനായ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ചിന്തയിലേക്കാണ്. ഇന്ന് നമ്മൾ വിശുദ്ധരാണ് എന്ന് പറഞ്ഞ് വാഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുന്ന പുണ്യജന്മങ്ങൾ എങ്ങനെയാണ് ആ ഒരു പദവിയിലേക്ക് ഉയർന്നു വന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവരെല്ലാം അവരുടെ ജീവിതത്തിൽ ചെയ്ത
ഒരു ജീവിത ശൈലിയുണ്ട്. അവരെല്ലാം വികസിപ്പിച്ച് നിലനിർത്തിയ ഒരു സ്വഭാവ ശൈലിയുണ്ട്. അതെന്താണ്? അത് ഞാൻ എൻ്റെ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കുന്ന എൻ്റെ ക്രിസ്തുനാഥൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തിന്, എൻ്റെ ദൈവവിളിക്ക്, എൻ്റെ സത്യവിശ്വാസത്തിന്, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ളത് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ്. എസ്തഫാനോസ് അത് പറഞ്ഞു. എസ്തഫാനോസ് ചെയ്ത കർമ്മത്തെ ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുക. എസ്തഫാനോസ് വിശുദ്ധനായത് എസ്തഫാനോസ് പ്രതിഷേധിച്ചതുകൊണ്ടാണ്, എസ്തഫാനോസ് പ്രതിരോധിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധനായത് വിശുദ്ധ സെബസ്ത്യാനോസ് പ്രതിഷേധിച്ചതുകൊണ്ടാണ്, പ്രതിരോധിച്ചതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ചാവറപ്പിതാവും വിശുദ്ധ മറിയം ത്രേസ്യയും വിശുദ്ധ മദർ തെരേസയും വിശുദ്ധ എവുപ്രാസിയാമയും ഒക്കെ വിശുദ്ധിയുടെ പദവിയിലേക്ക് കടന്നു വരുന്നത് പ്രതിഷേധിച്ചതുകൊണ്ടാണ്, പ്രതിരോധിച്ചതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് അവർ പ്രതിഷേധിച്ചത്? എന്തിനോടാണ് അവർ പ്രതിരോധിച്ചത്? ആ വിശുദ്ധ ജീവിതങ്ങളുടെ വഴിത്താരയിൽ ഒന്ന് ചേർന്ന് നിന്ന് ചെവിയോർത്താൽ നമുക്ക് മുഴങ്ങിക്കേൾക്കാൻ കഴിയും. ഓരോ വിശുദ്ധരുടെയും ഹൃദയ ഗദ്ഗതങ്ങളോട്, ഹൃദയ സ്പന്ദനങ്ങളോട് ചെവി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴങ്ങി ഇരമ്പി കേൾക്കാൻ കഴിയും. പ്രതിഷേധങ്ങളുടെ ഒരു അലർച്ച കേൾക്കാൻ കഴിയും. അവർ പ്രതിഷേധിക്കുകയാണ്, അവർ പ്രതിരോധിക്കുകയാണ്. ആരോടാണ് പ്രതിഷേധിക്കുന്നത്? ക്രിസ്തുവാണ് ദൈവം എന്ന് നീ പറയരുത്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് വലുത് എന്ന് നീ വിശ്വസിക്കരുത് എന്ന് പറയുന്ന എതിർ ശബ്ദങ്ങളോട് പ്രതിഷേധിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവഹേളിക്കുന്ന പ്രതിലോമ ശക്തികളോട് പ്രതിരോധിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ ആ പ്രതിഷേധം ഇന്ന് പ്രഘോഷണമായി മാറി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിന് വേണ്ടി പ്രതിരോധങ്ങൾ തീർത്തപ്പോൾ, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ എതിർക്കുന്നവരുടെ മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രതിരോധം പ്രഘോഷണമായി, പ്രേക്ഷിത പ്രവർത്തനമായി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഈ വിശുദ്ധ ദിവസങ്ങളിൽ, ഈ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ, ഈ വർത്തമാനകാല കത്തോലിക്ക സഭയിൽ, ഈ വർത്തമാനകാല കേരള സഭയിൽ, ഭാരതസഭയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഒന്നാമത്തെ ശരീരഭാഷ അത് പ്രതിഷേധത്തിൻ്റെ ശരീരഭാഷയായി മാറണം. എൻ്റെ ഒന്നാമത്തെ ശീലം പ്രതിരോധത്തിൻ്റെ ഊർജം ഉറയുന്ന ശീലമായി മാറണം. ശരീരഭാഷയും പെരുമാറ്റശീലവും പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയുമായി രൂപപ്പെടുത്തുന്ന ക്രൈസ്തവന് മാത്രമേ ഈ വർത്തമാനകാല കേരളത്തിലും ഭാരതത്തിലും ഈ ലോകത്തിലും ക്രിസ്തുവിനുള്ളവനായി, ക്രിസ്തുവിൻ്റെ സ്വന്തമായി, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം. ഞാനിവിടെ പറയുന്നത് പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കാര്യമാണ്, പ്രതികാരത്തിൻ്റെ കാര്യമല്ല. പ്രതികാരം ക്രിസ്തീയമല്ല. എൻ്റെ വിശ്വാസത്തെ എതിർക്കുന്നവനെ ഞാൻ കൊല്ലും, അങ്ങനെ കൊന്നാൽ എനിക്ക് സ്വർഗത്തിൽ കൂടുതൽ സ്ഥലം കിട്ടും എന്ന് ക്രിസ്തു വിശ്വാസം ആരെയും പഠിപ്പിക്കുന്നില്ല. ക്രിസ്തു വിശ്വാസം പ്രതികാരത്തിൻ്റെ വിശ്വാസമല്ല. ക്രിസ്തീയ ജീവിത ശൈലി പ്രതികാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും ഒരു ജീവിത ക്രമമല്ല രൂപപ്പെടുത്താൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത്. പ്രതികാരം ദൈവത്തിന് വിട്ടേക്കാൻ തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്.
ഇവിടെ നമ്മൾ പറയുന്നത് വിശ്വാസത്തെ തകർക്കാൻ വരുന്നവരെ, വിശ്വാസം നിനക്ക് വേണ്ട എന്ന് പറയുന്നവരോട് പ്രതിഷേധിക്കാൻ കഴിയുക. നീ അവിടെ നിന്നാ മതി. നീ പറയുന്ന ഈ വിശ്വാസം ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിലിരുന്നാൽ മതി. നീ കൊണ്ടുവരുന്ന മോഹന വാഗ്ദാനങ്ങളുണ്ടല്ലോ, അത് നിന്റെ പോക്കറ്റിൽ ഇരുന്നാൽ മതി. എൻ്റെ അരികിലേക്ക് വേണ്ട. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ കരുത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രതിഷേധത്തിൻ്റെ ജ്വാലയുണ്ടല്ലോ, അത് കത്തണം. ആ തീ കത്താത്തവൻ ഇനി ക്രിസ്ത്യാനിയല്ല. ആ തീ കത്താത്തവൻ ഇനി ക്രൈസ്തവനല്ല. ക്രിസ്തു വിശ്വാസത്തിനെതിരെ ഉയരുന്ന സകല പ്രതിഷേധങ്ങൾക്കും, സകല പ്രതികാരങ്ങൾക്കും, സകല ഹിഡൻ അജണ്ടകൾക്കും മുമ്പിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ കത്തിജ്വലിക്കും എന്ന് സ്വയം വിളിച്ചു പറയാത്ത വിശ്വാസി ക്രൈസ്തവ വിശ്വാസിയല്ല. കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിനെതിരെ 1, 2, 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്, നിഷേധാത്മകമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തോലിക്ക സഭയുടെ ക്രിസ്തു സ്ഥാപിച്ച പൗരോഹിത്യത്തിനെതിരെ ശബ്ദമുണ്ടാക്കുന്നവരുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി പ്രഘോഷിക്കുവാൻ വേണ്ടി ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിജ്വലിച്ച് പ്രതിഷേധിക്കാത്ത പുരോഹിതൻ കത്തോലിക്ക പുരോഹിതനല്ല. വിശ്വാസത്തിനെതിരെ ഉയരുന്ന, വിശ്വാസികൾക്കെതിരെ ഉയരുന്ന, സമുദായത്തിനെതിരെ ഉയരുന്ന ആക്രമണങ്ങളെയും സംഘടിതമായ ഗൂഢമായ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാത്ത ക്രൈസ്തവ പുരോഹിതനല്ല. സന്യാസി, പ്രതിഷേധിക്കാത്ത സമർപ്പിത സന്യാസിനി, സന്യാസ ജീവിതത്തിൻ്റെ വിശുദ്ധ വഴികളിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നീരും നേരും നെഞ്ചോട് ചേർത്തു പിടിച്ച് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആൾരൂപമായി സ്വയം അവതരിപ്പിക്കുവാനുള്ള പരിശ്രമത്തിൽ ലൗകികമായ പ്രലോഭനങ്ങളോട് പ്രതിരോധിക്കാത്ത സന്യാസി കത്തോലിക്ക സന്യാസിനിയല്ല, സന്യാസിയല്ല. പ്രിയപ്പെട്ടവരെ, പ്രതിഷേധം പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രതിരോധം വചനപ്രഘോഷണമാണ്. അത്തരത്തിൽ ജീവിതം കൊണ്ട് പ്രതിഷേധിച്ചവരാണ് ഇന്ന് വിശുദ്ധരായിരിക്കുന്നത്. അത്തരത്തിൽ ജീവിതം കൊണ്ട് പ്രതിരോധിച്ചവരാണ് ഇന്ന് വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്നത്. അവരുടെ ജീവിത മാതൃക നോക്കിക്കൊണ്ട്, അവരുടെ തിരുസ്വരൂപങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ പെരുന്നാൾ ഘോഷയാത്രകൾ നടത്തുന്ന ഒരു കാലമുണ്ട്. നമുക്ക് എല്ലാ ഇടവക ദേവാലയങ്ങളിലുമുണ്ട്. എന്നാൽ ആ പെരുന്നാൾ കഴിയുമ്പോൾ എൻ്റെ ഈ വർത്തമാനകാല കത്തോലിക്ക സഭയുടെ നേരെ ഉയരുന്ന വിശ്വാസ പ്രതിസന്ധികൾ, വിശ്വാസത്തിന് നേരെ ഉയരുന്ന പ്രതികൂലമായ ഘടകങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഹൃദയങ്ങൾ ചേർത്ത് വെക്കുന്നതിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പരിശുദ്ധയമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ധ്യാനപൂർവം വിചിന്തനം നടത്തുന്നു. എല്ലാ പ്രവാചകരും പ്രതിഷേധിച്ചവരാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം ഉള്ളിൽ കത്തിച്ച അഗ്നിജ്വാലയിൽ കണ്ട സത്യത്തിൻ്റെ വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ നിരവധി മേഖലകളിൽ പ്രതിഷേധിക്കേണ്ടി വന്നവരാണ് പ്രവാചകർ. ജെറമിയ പ്രവാചകനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ജെറമിയ പ്രവാചകൻ്റെ ജീവിത കഥ വായിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ തീപിടിക്കും. ഇസ്രായേലിൻ്റെ പ്രവൃത്തി ദോഷങ്ങൾക്ക് എതിരെ കർത്താവായ ദൈവം ഉയർത്തിയ ശാപവചനങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ട ഒരു ദൈവവിളിയായിരുന്നു ജെറമിയായുടെ. എല്ലാവരോടും പ്രതിഷേധിക്കുകയായിരുന്നു. ദൈവജനത്തോട് പ്രതിഷേധിക്കുന്നു, ദൈവജനത്തെ പീഡിപ്പിക്കുന്ന രാജവംശത്തോട് പ്രതിഷേധിക്കുന്നു. പ്രതിഷേധം പ്രവാചകനാക്കിയ പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ.
സെദക്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ ചെന്ന് ജെറമിയ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. അനീതിതൻ മണലിൽ ഉയർത്തിയ കൊട്ടാരങ്ങൾ എവിടെ? അന്യായത്തിൻ്റെ മുകളിൽ നീ പണിതുയർത്തിയ മട്ടുപ്പാവുകൾ എവിടെ? നിന്റെ രാജഭടന്മാർ കാത്തുപുലർത്തിയ നീതി കിരീടങ്ങൾ എവിടെ? ചോദിക്കുക, ധീരമായിട്ട് ചോദിക്കുക. ദൈവിക നിയോഗത്തിന് വേണ്ടി ജീവിതം തീരെഴുതി കൊടുത്തിട്ട് നിൽക്കുകയാണ് ധൈര്യമായിട്ട്. മാരകമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് എല്ലാ പ്രവാചകരും. ഓരോ പ്രതിഷേധവും നടത്തുമ്പോൾ ഏറ്റുവാങ്ങിയ കൊടിയ പീഡനങ്ങൾ പിൽക്കാലത്ത് വിശ്വാസത്തിൻ്റെ പ്രഘോഷണ വഴിയിലെ സുവർണ സ്മരണകളായി മാറിയത് അന്നവർ അറിഞ്ഞില്ല. പ്രതിഷേധിച്ചവരാണ് പ്രവാചകരായത്, പ്രതിരോധിച്ചവരാണ് പ്രഘോഷകരായത്. അത്തരത്തിലുള്ളവരുടെ വചന പ്രഘോഷണത്തിൻ്റെ, ജീവിത പ്രഘോഷണത്തിൻ്റെ വഴിയിലൂടെയാണ് സഭ വളർന്നു വന്നത്. ഇന്ന് നമ്മുടെ സ്വഭാവം വളരെ മാറി. ഇന്നൊന്നിനോടും നമുക്ക് പ്രതിഷേധമില്ലാതെയായി. ഇന്നെല്ലാത്തിനോടും നമ്മൾ അനുരൂപപ്പെടുകയാണ്, പൊരുത്തപ്പെടുകയാണ്. ഇന്ന് ഈ വർത്തമാനകാലത്തിൽ കേരളത്തിലെ കത്തോലിക്കാ സഭ, ഈ ഭാരതത്തിലെ കത്തോലിക്കാ സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒന്നിനോടും പ്രതിഷേധമില്ല എന്നുള്ളതാണ്. ആരോടും പ്രതിഷേധമില്ല, എല്ലാവരോടും പൊരുത്തപ്പെടുകയാണ്. ശത്രുവിനോടും മിത്രത്തോടും പൊരുത്തപ്പെടുകയാണ്, തിന്മയോടും നന്മയോടും പൊരുത്തപ്പെടുകയാണ്. ആരോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത്? ആരോടാണ് ഞാൻ പ്രതിഷേധിക്കേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വേണം എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ പരിശുദ്ധയമ്മയുടെ ഈ ജനന തിരുനാളിലേക്ക് കടന്നു വരാൻ. നൂറുകണക്കിന് കത്തോലിക്ക വിശ്വാസത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധ ജീവിതങ്ങളുടെ ത്യാഗസ്മരണകൾ ധ്യാനമാക്കി, പ്രാർത്ഥനയാക്കി, ആ വഴിയെ ജീവിതം ക്രമപ്പെടുത്തിയാണ് ഈ വർത്തമാനകാലത്തിലെ കത്തോലിക്കാ സഭ ഇവിടെ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ കത്തോലിക്കാ സഭയുടെ ഈ വർത്തമാനകാലത്തിലെ കത്തോലിക്കാ സഭയുടെ ഒരു മാനസികാവസ്ഥ പ്രാർത്ഥനാപൂർവം ഒന്ന് വിലയിരുത്തുവാൻ ഈ വിശുദ്ധ നിമിഷങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ്. അതിനു മുന്നോടിയായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലെ താൻ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ നടത്തുന്ന ആ വലിയ പ്രാർത്ഥനയിൽ നിന്ന് ഒരു ഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ 17-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. താൻ സ്നേഹിച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുത്ത തൻ്റെ മക്കൾ, തൻ്റെ അനുയായികൾ, തൻ്റെ ശിഷ്യന്മാർ ഒന്നായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിച്ചു. അതിന് ഈശോ പ്രാർത്ഥിക്കുന്ന മാതൃക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ
ഒരു ഹൃദയ ഐക്യമാണ്. ഈ ഒരു ഐക്യമാണ്, ഒരുമയാണ് തൻ്റെ അനുയായികൾ എന്നും എവിടെയും കാത്തു സൂക്ഷിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തമ്പുരാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് പുത്രന് നൽകിയ മഹത്വം, ദൈവപുത്ര സ്ഥാനത്തിൻ്റെ മഹത്വം ഏറ്റുവാങ്ങിയിട്ടുള്ള മക്കളാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും. ആ മഹത്വം ഒരുമിക്കാനുള്ള, ഐക്യപ്പെടാനുള്ള, സ്നേഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള കൃപയായിട്ടാണ് വിശ്വാസികളിലേക്ക് തമ്പുരാൻ വാരി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാന കാലത്തിൽ ഞാനും എൻ്റെ കത്തോലിക്ക സഭയും ഞാൻ ഉൾപ്പെടുന്ന കേരളത്തിലെയും ഭാരതത്തിലെയും ക്രൈസ്തവ സമൂഹം ഇന്ന് കൊണ്ടുപോകുന്ന ഒരു മൂല്യശൈലി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സഭയുടെ ഒരവസ്ഥയെ ഈ രണ്ട് വാക്കുകൾ കൊണ്ട്, രണ്ട് പദങ്ങൾ കൊണ്ട് നിർവചിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തകരുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തളരുന്നു, ഒരുമിച്ച് തകരുന്നു. ഒരിക്കലും തളരാതെ ഒരുമിച്ച് വളരാൻ എൻ്റെ മക്കൾക്ക് കഴിയണേ എന്ന് പ്രാർത്ഥിച്ച് സഭയെ രൂപീകരിച്ച് തൻ്റെ ഭൗതിക ശരീരത്തെ തന്നെ സഭയായി മക്കൾക്ക് നൽകിയ തമ്പുരാൻ്റെ മക്കൾ ഇന്ന് ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തളരുന്നു, ഒരുമിച്ച് തകരുന്നു. ഒരു വചനപ്രഘോഷണ വേദിയിൽ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായ ഞാൻ, CMI സഭാംഗമായ ഞാൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന വയ്ക്കുമ്പോൾ അത് നിരവധി വിമർശനങ്ങളെ വിളിച്ചു വരുത്തും എന്നെനിക്കറിയാം. എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭയുടെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥനയോടെ ഒന്ന് സ്വീകരിച്ചു നോക്കി. നമ്മളുടെ സഭയുടെ ഘടനയിൽ വിവിധ രൂപതകളുണ്ട്, വിവിധ ഫൊറോനകളുണ്ട്. രൂപതയിൽ വിവിധ ഫൊറോനകൾ. ഇനി അതിനു മുമ്പ് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ കത്തോലിക്ക സഭയുണ്ട്, മറ്റ് അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളുണ്ട്. കത്തോലിക്ക സഭയുടെ കാര്യമെടുത്താൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ കേരളത്തിൽ 3 റീത്തുകളുണ്ട്. ലത്തീൻ റീത്തും സീറോ മലബാർ റീത്തും മലങ്കര റീത്തുമുണ്ട്. ഈ 3 പൈതൃകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കത്തോലിക്ക സഭ മുന്നോട്ട് പോകുന്നത്. ഇനി ഓരോ റീത്തിലും എടുത്തു നോക്കിയാൽ വിവിധ അതിരൂപതകളുണ്ട്, വിവിധ രൂപതകളുണ്ട്, ഫൊറോനകളുണ്ട്, ഇടവകകളുണ്ട്. സഭയുടെ ഒരു ഘടനയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിലൊന്നും പുതുമയില്ല, ഈ പറയുന്ന കാര്യത്തിലൊന്നും പുതുമയില്ല. എന്നാൽ ഇനി പറയുന്ന കാര്യം ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ ഓരോ രൂപതയും ഓരോ സഭ പോലെ മാറിപ്പോയി. ഓരോ റീത്തും ഓരോ സെപ്പറേറ്റ് സഭ പോലെയായി. സെപ്പറേറ്റ് സഭയല്ലേ, വ്യത്യസ്തമായ സഭയല്ലേ എന്ന് ചോദിച്ചാൽ അതെ, വ്യത്യസ്തമായ വിശ്വാസ പൈതൃക വഴികൾ ഉണ്ട്. തീർച്ചയായും ഓരോ റീത്തിൻ്റെയും അനന്യതയും പൈതൃകവും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഓരോ റീത്തും ഓരോ കത്തോലിക്ക സഭയല്ല. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ 3 റീത്തുകളും 3 സഭകളും.
വ്യക്തിസഭകൾ. ഈ വ്യതിരിക്തത നിലനിൽക്കുന്നത് എന്തിനാണ്? ഐക്യത്തിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഐക്യം സംജാതമായോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയും അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യമാണ്. വളരെ സത്യസന്ധമായി നമ്മൾ സഭയുടെ ഇന്നത്തെ ഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തുടർച്ചയായി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ഘടനയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി സന്യാസ സഭകൾ നമ്മുടെ സഭയുടെ ഭാഗമാണ്. കത്തോലിക്ക സഭയുടെ ഹൃദയമാണ് സന്യാസ സഭകൾ. സന്യാസം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഹൃദയമാണ് എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പെർഫെക്തെ കരിത്താത്തിസിൽ, സന്യാസ സഭകളെ പറ്റിയുള്ള ചാക്രിക ലേഖനമായ പെർഫെക്തെ കരിത്താത്തിസിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് സഭയുടെ ഹൃദയമാണ് സന്യാസം. ഹൃദയം അങ്ങനെ പുറത്ത് കാണുന്നില്ല, ഹൃദയം അകത്തിരുന്ന് മിടിക്കുകയാണ്. ഹൃദയം ജീവൻ പമ്പ് ചെയ്യുകയാണ്, ജീവൻ്റെ ഉറവിടമാണ് ഹൃദയം. അങ്ങനെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയുടെ ചൈതന്യം ഉൾച്ചേർത്തുകൊണ്ട് ജീവൻ പ്രസരിപ്പിക്കുന്ന ഉറവിടങ്ങളായി നിലകൊള്ളേണ്ട സ്ഥാപനങ്ങളാണ്, സാധ്യതകളാണ്, സാന്നിധ്യങ്ങളാണ് സന്യാസ സഭകൾ. ഇന്നത്തെ കത്തോലിക്ക സഭയുടെ വർത്തമാനകാല സാഹചര്യത്തെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വിലയിരുത്തിയാൽ ഓരോ സന്യാസ സഭയും ഓരോ പ്രത്യേക സഭ പോലെയാണ്. ഒറ്റയ്ക്ക് വളരുന്നു. ഓരോ രൂപതകളും ഒറ്റയ്ക്ക് വളരുന്നു. ഇനി നമ്മുടെ സഭയിൽ നിരവധി അൽമായ സംഘടനകളുണ്ട്. ഓരോ സംഘടനയുടെയും കാര്യമെടുത്തു നോക്കി. സംഘടനകളുടെ ഒരു എണ്ണമെടുക്കാൻ പോയാൽ നമുക്ക് ഈ ഒരു ധ്യാന സമയം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അതുപോലെ സംഘടനകളുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ. അൽമായ സംഘടനകൾ, ഭക്ത സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള നിരവധി സംഘടനകൾ നമുക്കുണ്ട്. ഓരോ സംഘടനയും ഓരോ സഭ പോലെയാണ്. ഇന്ന് ഞാൻ പറയുമ്പോൾ അതിനെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വിമർശിക്കാം. നമ്മൾ വിമർശിക്കണം, വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് വളരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആകാശം മുട്ടെ വളരുന്നുണ്ട്. ഓരോ രൂപതയും ഓരോ സന്യാസ സഭയും ഓരോ പ്രസ്ഥാനങ്ങളും അതിലെ നേതാക്കളും ഒക്കെ അന്താരാഷ്ട്ര തലം വരെ വളരുന്നുണ്ട്. പക്ഷേ എൻ്റെ കത്തോലിക്ക സഭ എവിടെ? എൻ്റെ ക്രൈസ്തവ സമൂഹം എവിടെ? വളരുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് വിശ്വാസത്തോടുകൂടി, ആർജവത്തോടുകൂടി ഞാൻ എന്നോട് നടത്തുന്ന ഈ ആത്മവിമർശനത്തെ ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്സ് തരണമേ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുകയാണ്. ശിഖരങ്ങളില്ലാത്ത മരം പോലെ വളരുകയാണ്. എൻ്റെ സഭ എവിടെ? എൻ്റെ കത്തോലിക്ക സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എൻ്റെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. ഈ ചോദ്യത്തിന് ആരൊക്കെയാണ് മറുപടി പറയേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് രൂപത സംവിധാനങ്ങളെ നയിക്കുന്നവർ, സന്യാസ സംവിധാനങ്ങളെ നയിക്കുന്നവർ, സംഘടനാ സംവിധാനങ്ങളെ നയിക്കുന്നവർ, ഇവരാണ് മറുപടി ആദ്യം പറയേണ്ടത്. ഒറ്റയ്ക്ക് വളരുകയല്ലേ, ഒരുമിച്ച് തളരുകയല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് അഭിമാനിക്കുന്നവരാണ്. ഒരു രൂപതയുടെ അഭിമാനം മറ്റൊരു രൂപതയുടെ അഭിമാനമാകുന്നില്ല. ഒരു സന്യാസ സഭയുടെ അഭിമാനം മറ്റൊരു സന്യാസ സഭയുടെ അഭിമാനമായി തോന്നുന്നുണ്ടോ? ഒരു സംഘടനയുടെ അഭിമാനം കത്തോലിക്ക സഭയിൽ തന്നെയുള്ള ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നു എന്ന് പറയുന്ന മറ്റൊരു സംഘടനയ്ക്ക് അഭിമാനമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് അഭിമാനിക്കുന്നു, എന്നാൽ ഒരുമിച്ച് അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപമാനം വരുമ്പോൾ അതിന് ഇന്ന സംഘടന, ഇന്ന രൂപത, ഇന്ന സഭ എന്നൊന്നുമില്ല. അപമാനം ഇങ്ങ് വന്നപ്പോൾ അത് ഒരുമിച്ചാണ് അനുഭവിക്കുന്നത്.
നമ്മളുടെ സഭയിൽ ഒറ്റയ്ക്ക് സമ്പന്നരാകുന്നവർ നിരവധി പേരാണ്. സമ്പത്തില്ലായ്മ നമ്മുടെ സഭയ്ക്ക് ഇല്ല, സമ്പത്തുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് സമ്പന്നരാവുകയാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ദരിദ്രരായി മാറിക്കഴിഞ്ഞു. സഭയുടെ വളർച്ചാ നിരക്ക്, കത്തോലിക്ക സഭയുടെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വളർച്ചാ നിരക്ക് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശതകോടികളുടെ ഉടമകളാണ് എല്ലാവരും. പക്ഷേ ഒരു സഭാ സമൂഹത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടു. കാരണം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്, കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് വളർച്ചാ നിരക്ക് എന്നൊരു പരിപാടി ഇല്ല. ഇന്ന് കണക്കെടുപ്പിന് വന്നാൽ തളർച്ചാ നിരക്കിൻ്റെ കണക്കെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു സമൂഹമായി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ക്രൈസ്തവ സമൂഹം, എൻ്റെ കത്തോലിക്ക സമൂഹം ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സമ്പന്നനാകുന്നു, ഒരുമിച്ച് ദരിദ്രരാകും. ഈ വചനപ്രഘോഷണ വേദിയിൽ പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്നു കൊണ്ട് പങ്കുവയ്ക്കപ്പെടുന്ന ഈ വിചിന്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. കാരണം ഇന്നത്തെ ഈ വർത്തമാനകാല കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന്, നമ്മൾ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. ഈ വചന സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു, പ്രതിരോധമാണ് പ്രഘോഷണം, പ്രതിരോധമാണ് പ്രേക്ഷിത പ്രവർത്തനം. പ്രതിരോധിക്കുമ്പോഴാണ് ഞാൻ പ്രേക്ഷിതനായി മാറുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുകയാണ്. ഓരോരുത്തരും ഒറ്റയ്ക്ക് പ്രതിരോധിക്കുകയാണ്. നിരവധി പേര് പ്രതിരോധിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പ്രതിരോധിക്കുകയാണ്, ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുകയാണ്. ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കനത്ത പ്രതിഷേധമാണ്. ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഭയങ്കര പ്രതിഷേധമാണ്. ഓരോ സംഘടനയുടെയും ഓരോ രൂപതയുടെ തലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ്. പക്ഷേ എത്ര പ്രതിഷേധിച്ചിട്ടും നമ്മളിൽ ഒരാളെ പ്രതിയാക്കാൻ ഇവിടെ ആർക്കും കഴിയും എന്നുള്ളിടത്തേക്ക് നമ്മുടെ പ്രതിഷേധത്തിൻ്റെ ദൗർബല്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്നു, ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്നു, ഒരുമിച്ച് ചിലരിങ്ങ് വന്ന് നമ്മളെ പ്രതികളാക്കുന്നു. ഇന്ന് പലയിടങ്ങളിലും കത്തോലിക്ക സഭ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുകയാണ്. പ്രതിരോധിക്കുന്നുണ്ട്, ഒരുമിച്ചല്ലാത്തിടത്തോളം ഫലം ചൂടില്ല ഒരു പ്രതിരോധവും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പ്രഘോഷിക്കുന്നില്ലേ? വലിയ പ്രഘോഷണം നടക്കുന്നുണ്ട് കത്തോലിക്ക സഭയിൽ. ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നുന്നു, നമ്മൾ ഒറ്റയ്ക്കാണ് പ്രഘോഷിക്കുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രഘോഷണങ്ങളൊക്കെ ഒറ്റയ്ക്കാകുമ്പോൾ ചിലർക്ക് ഒരുമിച്ചിങ്ങ് വന്നാൽ നമ്മളെ നിശബ്ദരാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒറ്റയ്ക്ക് പ്രഘോഷിക്കുന്നു, ഒരുമിച്ച് നിശബ്ദരാക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ ഒരു നന്മയും ആർക്കും പറയാനില്ലാത്ത ചില മാധ്യമ അലർച്ചകൾക്ക് നടുവിൽ ഇങ്ങനെ വെറും നൂല് പോലെ നിന്നാടുകയാണ് കത്തോലിക്ക സഭ. ഒരു നന്മയും ഇല്ലാത്ത ഈ ഒരു സമൂഹമാണ് എന്ന് കൃത്യമായ മാധ്യമ അജണ്ടകളുടെ ആക്രമണങ്ങൾക്കിരയായി സഭ കടന്നിങ്ങനെ പിടയ്ക്കുമ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് പ്രഘോഷിക്കാനായിട്ട്, ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കാതെ വരുന്നതിൻ്റെ ദുരന്തം ഈ ഒറ്റയ്ക്ക് വളരുന്നതിൻ്റെ ഈ ഒരു ദുരന്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഞാൻ വാദിക്കുന്നത്.
പലപ്പോഴും എനിക്ക് വാദിക്കേണ്ടി വരുന്നുണ്ട്, സഭയ്ക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നു. പക്ഷേ ഒറ്റയ്ക്കാണ് വാദം. ഒറ്റയ്ക്ക് വാദിക്കുന്ന എന്നെ ഒരുമിച്ച് പ്രതിയാക്കാൻ ഇവിടെ സംഘടിതമായ കൂട്ടായ്മകളുണ്ട്, മാധ്യമ കൂട്ടായ്മകളുണ്ട്, സമൂഹങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വാദിക്കുന്നവനെ ഒരുമിച്ച് വന്ന് വിധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷെക്കൈന TV-യിലൂടെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന വിചിന്തനങ്ങൾ ഇന്നത്തെ വർത്തമാനകാല സഭയുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ എനിക്കും എൻ്റെ വിശ്വാസി സഹോദരങ്ങൾക്കും എനിക്കും എൻ്റെ സഭയ്ക്കും ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകണമെന്നുള്ള പ്രാർത്ഥനയോടെ നടത്തുന്ന ഒരു പരിശ്രമമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം, ഇത്തരത്തിൽ ഇന്ന് കത്തോലിക്ക സഭയെ, ക്രൈസ്തവ സമൂഹത്തെ കേരളത്തിലും ഭാരതത്തിലും ആർക്കും എന്തും ചെയ്യാം. ആരും ഒന്നും ചോദിക്കാനില്ല. ഇവിടെ മറ്റു ചില സമൂഹങ്ങളുടെ വിശ്വാസത്തെയോ വിശ്വാസത്തിൻ്റെ ബിംബങ്ങളെയോ വിശ്വാസത്തിൻ്റെ പ്രതിനിധികളെയോ ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഈ കേരളം ഒരു കലാപഭൂമിയായി മാറാൻ ഒട്ടും താമസമില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന് ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഒരു പ്രതിഷേധമോ ഒരു പ്രതികരണമോ നടത്താൻ, ഒരു സമൂഹ മനസാക്ഷിയെ ഒന്ന് ഉണർത്തിക്കൊണ്ട് ഒരു പ്രതികരണം നടത്താനുള്ള സംവിധാനം നിലനിർത്താത്ത ഒരു സമൂഹമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് ഒരുമിക്കാനായിട്ടുള്ള മനസ്സ് തമ്പുരാനിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള മടിയുണ്ടാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒറ്റയ്ക്ക് വളർന്നത് മതിയാക്കേണ്ട സമയമായി കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒറ്റയ്ക്ക് വളർന്നൊടുങ്ങണോ, ഒരുമിച്ച് വളരാൻ തുടങ്ങണോ? ഒരുമിക്കണമെങ്കിൽ ഒരമ്മ വേണം. മക്കൾക്ക് ഒരുമിക്കണമെങ്കിൽ അമ്മ വേണം. അമ്മയുള്ള മക്കളാണ് ഐക്യത്തിൽ വളരുന്ന മക്കൾ. എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ വീടുകളിൽ ഇരുന്നാണ് ഇത് കേൾക്കുന്നത്. എന്നെ കേൾക്കുന്നവർ സമൂഹങ്ങളിൽ ഇരുന്നാണ് കേൾക്കുന്നത്. അമ്മയുള്ള വീടുകൾ, അമ്മയെ അനുസരിക്കുന്ന മക്കളുള്ള വീടുകൾ ഒറ്റയല്ല, ഒരുമിച്ചാണ്. അപ്പോൾ ഒരുമിക്കണമെങ്കിൽ അമ്മയുണ്ടാകണം. ഇത് അമ്മയുടെ പിറവിത്തിരുനാളിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാളിലേക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്. അമ്മ പിറന്നതിൻ്റെ ഓർമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിൻ്റെ ഓർമ്മയുണ്ട് ഇവിടെ. ഒപ്പം നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധ അമ്മ പിറക്കണം. അമ്മയുടെ മാതൃത്വം നമ്മളിൽ പിറക്കണം. ഒരുമിക്കാനുള്ള അമ്മ വ്യക്തിത്വം നമ്മളിൽ പിറക്കണം. ഒരുമിപ്പിക്കാനുള്ള, സ്നേഹിക്കാനുള്ള, ഐക്യപ്പെടുത്താനുള്ള അമ്മ വ്യക്തിത്വം നമ്മുടെ സഭയുടെ അധികാരികളിൽ പിറക്കണം. വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും ശബ്ദങ്ങൾ മുഴക്കുവാനുള്ള പ്രലോഭനങ്ങളെ തകർത്തെറിഞ്ഞിട്ട് ഒരുമിക്കാനുള്ള, സ്നേഹിക്കാനുള്ള, ഐക്യപ്പെടാനുള്ള അമ്മ വ്യക്തിത്വം നമ്മുടെ സഭയുടെ അധികാരികളിൽ പിറക്കുന്ന ദിവസമായി പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാൾ മാറണം എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തമ്പുരാന് സ്തുതി ഉണ്ടായിരിക്കട്ടെ, തമ്പുരാന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വിവിധ രൂപതകളുടെ പേരിൽ, വിവിധ സന്യാസ സഭകളുടെ പേരിൽ, രൂപതകളും സന്യാസ സഭകളും തമ്മിലുള്ള ഭിന്നതകളുടെ പേരിൽ, വിവിധ സംഘടനകൾ തമ്മിലുള്ള സംഘടനകളുടെ പേരിൽ ഒറ്റപ്പെട്ട് ചിതറിപ്പോകുന്ന ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തിന് അമ്മ വ്യക്തിത്വത്തിൻ്റെ നിറുവിൽ നിന്നുകൊണ്ട് ഒരുമിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് കൈകോർത്ത് പിടിപ്പിച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് നിർത്തുന്ന പിതാവേ, ഞാനും അങ്ങയും ഒന്നായിരിക്കുന്നത് പോലെ
അവരും ഒന്നായിരിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ച തമ്പുരാന്റെ കൃപയുണ്ട്. ആ മഹത്വം ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാന്റെ കൃപ ഏറ്റുവാങ്ങിക്കൊണ്ട് സഭയെ ഒരുമിപ്പിക്കുന്ന ഒരു വിശുദ്ധമായ നേതൃനിരയുടെ ഹൃദയങ്ങളിൽ ഈ അമ്മ വ്യക്തിത്വം പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ. ഇല്ലെങ്കിൽ വളർച്ചാ നിരക്കിൽ നിന്ന് ജനസംഖ്യാ തരത്തിൽ താഴേക്ക് പതിച്ച് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹം സെമിത്തേരിയിലേക്ക് പദയാത്ര ചെയ്യുന്ന ഈ ഒരു ജനസമൂഹമാണ് എന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, ശവക്കോട്ടയിലേക്ക് പദയാത്ര ചെയ്യുന്ന ഈ ഒരു ജനസമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് ഈ തമ്പുരാന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭീതിയല്ല, നാണമാണ്. തമ്പുരാനെ, ഇത്രയും വിദ്യാഭ്യാസം ഈ ലോകത്തിന് വിതരണം ചെയ്യുന്ന ഈ ഒരു ക്രൈസ്തവ സമൂഹം, ഇത്രയും ആതുര ശുശ്രൂഷ ഈ ലോകത്തിന് വിതരണം ചെയ്യുന്ന ഈ ക്രൈസ്തവ സമൂഹം, ഈ കത്തോലിക്ക സമൂഹം, നിന്റെ നാമത്തിൻ്റെ പേരിൽ ഒരുമിക്കാൻ സാധിക്കാതെ ചെതറിക്കിടന്ന് തമ്മിൽ തല്ലി തീർന്നു പോകുന്നതിൻ്റെ നാണം ഞാൻ പ്രാർത്ഥനയായി നിന്റെ തിരുമുമ്പിൽ അർപ്പിക്കുകയാണ്, നിന്റെ അമ്മയിലൂടെ അർപ്പിക്കുകയാണ്. ഈശോയെ, അനൈക്യത്തിന്റെ പ്രവാചകന്മാരുടെ ഹൃദയങ്ങളിൽ ഉണരട്ടെ ഈ നാണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ കാര്യത്തിൻ്റെ പേരിലാണ് അടുത്തിരിക്കാൻ പറ്റാത്തത് എൻ്റെ സഭാപിതാക്കന്മാർക്ക്, എൻ്റെ സഭാ നേതാക്കന്മാർക്ക്, ആ വിഭാഗീയ ചിന്തകളിൽ പൈശാചിക ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് എത്ര വിശുദ്ധമായ പ്രതീകങ്ങളാണെങ്കിലും അത് ഒരുമിപ്പിക്കുന്നില്ലെങ്കിൽ, സഭയെ ഒരുമിപ്പിക്കുന്നില്ലെങ്കിൽ, അത് അൾത്താരയാണെങ്കിലും വിശുദ്ധ കുർബാനയാണെങ്കിലും, അത് ഏത് തത്വശാസ്ത്രമാണ്, ഏത് ദൈവശാസ്ത്രമാണെങ്കിലും സഭയുടെ മക്കളെ ഒരുമിപ്പിക്കുന്നില്ലെങ്കിൽ, സമുദായത്തെ ഒരുമിപ്പിക്കുന്നില്ലെങ്കിൽ അതിൽ പൈശാചിക ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരള കത്തോലിക്ക സഭയുടെ KCBCയുടെ അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് നാളെ നമ്മൾ 2020 സെപ്റ്റംബർ 4 പ്രത്യേകമായ ഉപവാസ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് കടക്കുകയാണ് കേരള സഭ ഒന്നാകെ. ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നവരാണ് നമ്മളെല്ലാവരും. അഭിമന്യ പിതാക്കന്മാരോടൊപ്പം, അഭിമന്യ വൈദിക ശ്രേഷ്ഠരോടൊപ്പം, സമുദായ നേതാക്കളോടൊപ്പം, സമർപ്പിതരോടൊപ്പം സഭയൊന്നാകെ ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തുകയാണ് നാളെ. എന്തായിരിക്കണം ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം? എന്തായിരിക്കണം ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ഈ കൊറോണ എന്ന മാരക വൈറസിൽ നിന്ന് ഈ നാടിനെ, ഈ ലോകത്തെ വിമോചിപ്പിക്കണമേ തമ്പുരാനെ എന്ന അതിജീവനത്തിൻ്റെ പ്രാർത്ഥന തീർച്ചയായും നമ്മൾക്ക് ഈ ഉപവാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിയോഗമായി സമർപ്പിക്കാം. കൊറോണ ഒരു പകർച്ചവ്യാധിയാണ്. നിരവധി പകർച്ചവ്യാധികളെ ലോകം നേരിട്ടിട്ടുണ്ട്. ദൈവം അത്തരത്തിലുള്ള കെടുതികളെ അതിജീവിക്കാനായിട്ട്, അഭിമുഖീകരിക്കാനായി മനുഷ്യനെ അനുവദിച്ചിട്ടുണ്ട്, അതിജീവിക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. നമുക്കും കൊറോണ എന്ന ഈ മഹാമാരിയെ അതിജീവിക്കാനുള്ള കൃപ തമ്പുരാൻ തരും. എന്നാൽ കൊറോണ വന്നു പോയാലും നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്ത അതിജീവനത്തിൻ്റെ ഒരു കൃപയാണ് ഒരുമിക്കാനുള്ള കൃപ. ഈ കൃപയ്ക്ക് വേണ്ടി നാളെ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭാ നേതൃത്വം എല്ലാ തരത്തിലും വിഭാഗീയതകൾ മറന്ന് ക്രിസ്തുവിൻ്റെ മഹത്വം, ദൈവപിതാവിൽ നിന്ന്, പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ദൈവപുത്രൻ തൻ്റെ ശിഷ്യർക്ക് പങ്കുവെച്ചു കൊടുത്തിരിക്കുന്ന മഹത്വം മനസ്സിലാക്കി
ഒരുമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ ലക്ഷ്യത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണ് സഭ ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ? മറ്റൊന്നുമല്ല, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ വിശ്വാസ ഭദ്രതയാണ്. നമ്മുടെ വിശ്വാസത്തിന് കളങ്കം ചാർത്തുന്ന രീതിയിൽ നാനായിടങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇഴഞ്ഞും വലിഞ്ഞും കടന്നു വരുന്ന അവിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ആക്രമണങ്ങളെ പ്രതിഷേധിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പറ്റൂ. രണ്ടാമത്, നമ്മൾ ഒരുമിച്ച് നിലനിൽക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്, ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. കത്തോലിക്ക സഭയാണ്, ക്രൈസ്തവ സഭയാണ് ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാഹത്തെ വിശുദ്ധമായ കൂദാശയായി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചേർച്ചയാണ് വിവാഹമെന്ന് പ്രഖ്യാപിച്ച് അത് ദൈവദത്തമായ ഒരു കൗദാശിക അനുഭവമായി ആഘോഷിച്ച് അനുഭവിപ്പിച്ച് കുടുംബം എന്ന സഭയുടെ അടിസ്ഥാന ഏകകത്തെ നിലനിർത്തുന്നതും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. സഭയുടെ അടിസ്ഥാന ഏകകം കുടുംബമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ക്ലേശിക്കുന്ന ഈ ഒരു കാലത്താണ് നമ്മൾ ഈ അമ്മ മനസ്സ് എന്നിൽ പിറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മുടെ മക്കളുടെ എണ്ണം കുടുംബങ്ങളിൽ കുത്തനെ താഴേക്ക് പതിക്കുകയാണ്. അതിന് നിരവധി കാരണങ്ങൾ ദമ്പതികൾ അവതരിപ്പിക്കുന്നുണ്ട്. മക്കളെ വളർത്താനായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും മക്കൾ പിറക്കാതെ പോകുന്നത് എന്ന് പല ദമ്പതികളുടെയും കുടുംബങ്ങളുടെയും അരികിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നൊരു സത്യമാണ്. അതുകൊണ്ട് കുടുംബ ഭദ്രത എന്നത് ദാമ്പത്യ വിശ്വസ്തതയുടെ ഒരു പ്രതിഫലനമാണ് എന്നത് സത്യം. ദാമ്പത്യ വിശ്വസ്തത ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണ്. എൻ്റെ അപ്പനെയും അമ്മയെയും ഞാനിവിടെ ഓർക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ പങ്കാളിയായി എനിക്ക് ഒരേ ഒരാളേ ഉള്ളൂ, അത് നിൻ്റെ അമ്മയാണ് എന്ന് എന്നോട് പറഞ്ഞ എൻ്റെ അപ്പനെ ഞാനിവിടെ ഓർക്കുകയാണ്. എൻ്റെ ശരീരത്തിലും മനസ്സിലും എനിക്ക് പങ്കാളിയായി ഒരൊറ്റയ്ക്കൊരാളേ ഉള്ളൂ, അത് നിൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ അമ്മയെ ഓർക്കുകയാണ്. ഞങ്ങൾ 7 മക്കൾക്കും അത് ഏറ്റുപറയാൻ കഴിയും. ഇന്ന് 54-ാമത്തെ വിവാഹ വർഷത്തിൽ ഇന്നെൻ്റെ അപ്പൻ 84-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്കെൻ്റെ തമ്പുരാൻ, എനിക്കും എൻ്റെ ഇരട്ട സഹോദരൻ ഫാദർ റോബിക്കും ഞങ്ങൾ 7 മക്കൾക്കും ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാനുള്ള കൃപ തമ്പുരാൻ തന്നത് ഈ അപ്പൻ്റെയും അമ്മയുടെയും ദാമ്പത്യ വിശ്വസ്തതയുടെ ഭദ്രതയിൽ നിന്നാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നന്ദി പറയുകയാണ് തമ്പുരാന്. ഞാനിത് പറയുന്നത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അപ്പനും അമ്മയ്ക്കും പിറന്നവർ, കുടുംബത്തിൽ പിറന്നവർ, കുടുംബത്തിൽ പിറന്നതിൻ്റെ പേരിൽ കുടുംബത്തെ നിലനിർത്തുന്നവർ, കുടുംബമായി ജീവിക്കുന്നവർ, നന്ദി പറയണം തമ്പുരാന്. നല്ല മാതാപിതാക്കളെ തന്നതിന് നന്ദി പറയണം. കാരണം കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദാമ്പത്യ ഭദ്രതയാണ്, ദാമ്പത്യ വിശ്വസ്തതയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച്, സഭയൊരുമിച്ച് സഭയുടെ അടിസ്ഥാന ഘടകത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ സഭയ്ക്കുണ്ട്. മൂന്നാമത്തെ എൻ്റെ പ്രാർത്ഥന, വിശ്വാസ ഭദ്രതയും ദാമ്പത്യ ഭദ്രതയും ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ടായാൽ നമ്മളുടെ സമുദായം ശക്തിപ്പെടുമോ എന്നുള്ള ചോദ്യമുണ്ട്. ശക്തിപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് ഇനി വേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസ ഭദ്രത പോലെ തന്നെ, ദാമ്പത്യ ഭദ്രത പോലെ തന്നെ ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത കൂടി നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് സഭാ നേതൃത്വത്തിന്, സംഘടനാ നേതൃത്വങ്ങൾക്ക്, ആത്മായ നേതൃത്വങ്ങൾക്ക്, സഭാ സംവിധാനങ്ങൾക്ക് എന്ന് ഈ ഒരു ചിന്ത പങ്കുവെക്കുമ്പോൾ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് പറയുവാൻ എനിക്ക് തോന്നുകയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തിരുത്താം. ഞാൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരി നിറവേറുന്നതുവരെ ഒരുമിക്കാൻ, ആ ശരി ശരിയാകുന്നതുവരെ ഒരുമിക്കാനുള്ള മനസ്സ് നമുക്ക് ചേർത്ത് വയ്ക്കാം. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. എങ്കിലും സഭയുടെ അടിത്തറ പണിയേണ്ടത് ഈ 3 ഘടകങ്ങളിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ കേരളത്തിലും ഭാരതത്തിലും നമ്മെപ്പോലെ തന്നെ മറ്റ് സമുദായങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹമല്ലാത്ത മറ്റ് സമൂഹങ്ങൾ, മതസമൂഹങ്ങൾ, അവർക്കും ഇതേ സംഘടനാ സംവിധാനങ്ങളുണ്ട് എന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയുന്നുണ്ട്. വിശ്വാസ ഭദ്രത അവർ നിലനിർത്തുന്നുണ്ട്, കുടുംബ ഭദ്രത, ദാമ്പത്യ ഭദ്രത നിലനിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അധികമായി പല മതസമൂഹങ്ങളുടെയും സമുദായ സംഘടനകളുടെയും ലക്ഷ്യം അവരുടെ സമുദായത്തിലെ, അവരുടെ മതത്തിലെ ഓരോ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത എങ്ങനെ നേടിക്കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവരുടെ സമുദായ നേതാക്കൾ ചിന്തിക്കുന്നത്. അവരിലെ രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കുന്നു. ഓരോ സമുദായത്തിലും രാഷ്ട്രീയ നേതാക്കളുണ്ട്. കത്തോലിക്ക സഭയിലുമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ. എന്നാൽ മറ്റു ചില സമൂഹങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ അവരേത് പാർട്ടിയിലാണെങ്കിലും സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ഓരോ പൗരനും ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അവരുടെ സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രത കാണുമ്പോൾ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയിലുമുണ്ട് സമുദായ നേതാക്കളും സംഘടനാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും. അവർക്കും പൊതുസമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ താൻ ഏത് സമുദായത്തിൽ നിന്നാണ് ഉയർന്നു വന്നത്, ആ സമുദായത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങൾ ആ വിശ്വാസികളുടെ വീടുകളിൽ, സമുദായത്തിൻ്റെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഉള്ളുണർവ് സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് തളർന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രൈസ്തവ സമൂഹം, സമുദായം. സമുദായത്തെ ആക്രമിക്കുന്ന സമുദായം, ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന നിരവധി പ്രതിസന്ധികൾ ഈ ധ്യാനത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിൽ സമാദരണീയനായ വിശ്വപ്രസിദ്ധ വചനപ്രഘോഷകനായ നമ്മുടെ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ പങ്കുവെച്ചത് എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നിട്ടില്ല എന്നെനിക്കറിയാം. അദ്ദേഹം പങ്കുവെച്ച ആശങ്കകൾ, അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഇന്ന് പങ്കുവയ്ക്കപ്പെട്ട ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ തീ പിടിപ്പിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സമുദായം ശക്തമാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ശക്തമാകണം. ഇവിടെ ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നത് ക്രൈസ്തവ സമുദായമാണ്. കാരണം ന്യൂനപക്ഷം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ക്രൈസ്തവ സമുദായത്തിന് ന്യൂനപക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങളിൽ 20% ലഭിക്കുന്നത്. അത് മറ്റ് 4 സമുദായങ്ങൾ, 4 മതങ്ങൾക്ക് കൂടി ചേർത്ത് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണ്. ആ ഒരു വിഷയം നമ്മുടെ 18.6% ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ വിതരണം ചെയ്താൽ 20% നിന്ന് 39% ഉയരുമെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടത് ഈ കത്തോലിക്ക ക്രൈസ്തവ സമൂഹങ്ങളിലെ സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമാണ്. അവർ സർക്കാരിനെ സ്വാധീനിച്ച് ഞാൻ അംഗമായിരിക്കുന്ന സമുദായത്തിന് നിഷേധിക്കപ്പെടുന്ന നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ഒരുമിക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതിനും വേണം ഒരു അമ്മ മനസ്സ്. ഓരോ രാഷ്ട്രീയക്കാരിലും പരിശുദ്ധ അമ്മയുടെ ഈ മാതൃ മനസ്സ് പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ സമുദായ നേതാക്കളിലും സമുദായത്തിൻ്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി ഈ മാതൃ മനസ്സ് പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അവകാശങ്ങൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രതിഷേധിക്കാത്തവൻ ഇനി വിശ്വാസിയല്ല. വിശ്വാസത്തിനെതിരെ ഉയരുന്ന മുഴുവൻ പ്രലോഭനങ്ങളോടും
പ്രതികൂല സാഹചര്യങ്ങളോടും എതിർപ്പുകളോടും ആക്രമണങ്ങളോടും പ്രതിരോധിക്കാത്തവൻ ഇനി വിശ്വാസിയല്ല. തീ പിടിക്കാത്തവൻ വിശ്വാസിയല്ല. വചനത്തിൻ്റെ അഗ്നി കത്തണം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തണം, വിശ്വാസത്തിൻ്റെ അഗ്നി ഉള്ളിൽ കത്തിജ്വലിക്കണം. എങ്കിൽ മാത്രമേ ഇനി ഇവിടെ ക്രൈസ്തവൻ എന്ന പേരിൽ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. കത്താത്ത വിറക് കൊള്ളിയുടെ മുകളിൽ ഉറുമ്പരിക്കും എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ വചനപ്രഘോഷണം സമാപിപ്പിക്കുമ്പോൾ, ഞാൻ ആദ്യം പങ്കുവച്ചത് പ്രതിഷേധമാണ് പ്രേക്ഷിത പ്രവർത്തനം എന്നാണ്. പ്രതിരോധം വചനപ്രഘോഷണമാണ് എന്നാണ്. ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയരുന്ന ആക്രമണങ്ങളോട് ഒരുമിച്ച് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വളരുന്നത് കൊണ്ടാണ് എന്ന് പ്രാർത്ഥനാപൂർവം പങ്കുവയ്ക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് വളർന്ന് ഒരുമിച്ച് തളർന്ന് തകർന്ന് തരിപ്പണമാകുന്നതിന് മുമ്പ് ഒരുമിച്ച് വളരാൻ തുടങ്ങാൻ ഈ അമ്മ മനസ്സ് നമ്മിൽ വന്ന് പിറക്കട്ടെ അമ്മയുടെ പിറന്നാളിൽ എന്ന് സ്നേഹപൂർവം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ഈശോയിലേക്ക് നമ്മെ നയിക്കുന്ന അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് നമ്മുടെ കേരള സഭയെ, കേരള ക്രൈസ്തവ സഭയെ, കേരള കത്തോലിക്ക സഭയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അങ്ങയുടെ പിറവിക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ്. നാളെ ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയൊന്നാകാൻ, സഭയുടെ സാധ്യതകൾ ഒരുമിക്കാൻ, സഭയുടെ സമ്പത്ത് ഒരുമിക്കാൻ, അങ്ങനെ സഭാമക്കൾക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ ഹൃദയ ഐക്യം ഞങ്ങൾക്ക് പകരണമേ. സഭയുടെ മാധ്യമ മേഖലയെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മേ, അങ്ങ് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. കത്തോലിക്ക സഭയ്ക്ക് ശതകോടികളുടെ സമ്പത്തുണ്ടെങ്കിലും പരിശുദ്ധ അമ്മേ, സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നില്ല. മറ്റ് പല മാധ്യമങ്ങളും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന സഭയുടെ വാർത്തകളും സഭയെ പറ്റിയുള്ള വീക്ഷണങ്ങളും കേട്ട് അതാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ച് ചിതറിയ മനസ്സുമായി ഒരുമിക്കാൻ കഴിയാതെ അലസരായി അലഞ്ഞു തിരിയുന്ന മക്കളെ അമ്മേ, ഒരുമിപ്പിക്കാൻ കഴിയുന്ന മാധ്യമ ഏകോപനത്തിന് വേണ്ടി ഞങ്ങളുടെ വിഭവങ്ങൾ, ഞങ്ങളുടെ സമ്പത്ത് സമാഹരിക്കുവാനുള്ള മനസ്സ് അങ്ങ് നൽകണമേ. കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായുള്ള ഈ ഷക്കൈന ചാനലും കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായുള്ള ഏക ദിനപത്രമായ ദീപിക ദിനപത്രവും എല്ലാ മക്കളും വില കൊടുത്ത് നിലനിർത്തുവാനായിട്ടുള്ള ഒരു മനസ്സ് അമ്മയെ അങ്ങ് ഞങ്ങളിലേക്ക് ഉൽപ്പാദിപ്പിക്കണമേ. കാരണം സഭയുടെ നന്മകൾ എല്ലാ മക്കളിലേക്കും പങ്കുവെച്ച്, സഭയുടെ നന്മകൾ എല്ലാ മക്കളെയും അറിയിച്ച്, സഭയുടെ മഹത്വം സ്വർഗപിതാവിൽ നിന്ന് ഈശോ ഞങ്ങളിലേക്ക് പങ്കുവെച്ചു തന്ന സഭയുടെ മഹത്വം അത് എല്ലാ മക്കളിലും കുലീനമായ സാമൂഹിക ബോധമായി, സഭാബോധമായി വളരുവാൻ നല്ല മാധ്യമങ്ങൾ, സഭയുടെ സ്വന്തം മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന അടിസ്ഥാനപരമായ, ഒരുമിപ്പിക്കുന്ന മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന അടിസ്ഥാനപരമായ ഉള്ളുണർവിലേക്ക് അമ്മേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.